ഹലോ ഫ്രണ്ട്സ്, ഫ്രീ ക്രിയേഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പിക്ചർ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് ഈ കാണുന്ന 5 പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഈ മെയിൻ സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ദെൻ ഈ വാളിൻ്റെ ഈ മെറ്റൽ പാർട്ട് കളർ ചെയ്യാം. പെൻ ടൂൾ യൂസ് ചെയ്ത് കളർ ചെയ്യേണ്ട ഭാഗം സെലക്ട് ചെയ്യുക. സോളിഡ് കളർ സെലക്ട് ചെയ്യുക. ഫില്ല് ചെയ്യേണ്ട കളർ സെലക്ട് ചെയ്യുക. സോളിഡ് കളറിലെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ദെൻ ഫിൽറ്റർ, ലിക്വിഫൈ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് മെൽറ്റിംഗ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ശേഷം ഓക്കെ കൊടുക്കാം. ദെൻ ഗ്ലോ കൊടുക്കാം. സോളിഡ് കളർ സെലക്ട് ചെയ്യുക. ഗ്ലോ ചെയ്യേണ്ട കളർ സെലക്ട് ചെയ്യുക. സോളിഡ് കളർ ലെയർ സെലക്ട് ചെയ്ത ശേഷം ബ്ലെൻഡിങ് ഓപ്ഷനിൽ ലീനിയർ ഡോഡ്ജ് സെലക്ട് ചെയ്യുക. ദെൻ സോളിഡ് കളർ ലെയർ മാസ്ക് സെലക്ട് ചെയ്യുക. Ctrl+I ക്ലിക്ക് ചെയ്ത് മാസ്ക് ഇൻവേർട്ട് ചെയ്യുക. ദെൻ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആണെന്ന് ഉറപ്പാക്കുക. ദെൻ നമുക്ക് ഇങ്ങനെ പെയിൻറ് ചെയ്ത് ഗ്ലോ കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ സബ്ജക്റ്റിൻ്റെ ബ്രൈറ്റ്നെസ് കുറയ്ക്കാം. ദെൻ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഡ്രാഗിൻ്റെ ഇമേജ് പ്ലേസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ ഈ സ്കൈ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഈ പിടി ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് പിടിയുള്ള ഭാഗം പെൻ ടൂൾ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യുക. ശേഷം അതിൽ സോളിഡ് കളർ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത ശേഷം ഈ ടെക്സ്ചർ നമുക്ക് അതിൽ ക്ലിപ്പ് ചെയ്യാം. ശേഷം മെയിൻ സബ്ജക്ട് ലെയറിന് മുകളിൽ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ക്ലോൺ ടൂൾ സെലക്ട് ചെയ്യുക. ക്ലോൺ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ സാമ്പിൾ, കറന്റ് ആൻഡ് ബിലോ ലെയർ സെലക്ട് ചെയ്യുക. ശേഷം സാമ്പിൾ എടുത്ത് ഈ വേണ്ടാത്ത ഭാഗം റിമൂവ് ചെയ്യുക. ഇനി ഈ ടെക്സ്ചറിന് നമുക്ക് ഷാഡോ കൊടുക്കാം. അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ നിന്ന് എക്സ്പ്ലോഷർ സെലക്ട് ചെയ്യുക. എക്സ്പ്ലോഷർ വാല്യൂ നമുക്ക് കുറയ്ക്കാം. ശേഷം ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഈ ടെക്സ്ചർ ലെയറിനോട് ക്ലിപ്പ് ചെയ്യുക. അഡ്ജസ്റ്റ്മെന്റ് ലെയറിന്റെ മാസ്ക് ലെയർ സെലക്ട് ചെയ്യുക. Ctrl+I കൊടുത്ത് കളർ ഇൻവേർട്ട് ചെയ്യുക. ഇനി ബ്രഷ് ടൂൾ എടുക്കുക. ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആണെന്ന് ഉറപ്പാക്കുക. ശേഷം ഷാഡോ കൊടുക്കുക. ഇനി ഹൈലൈറ്റ്സ് കൊടുക്കാം. ഹൈലൈറ്റ് കൊടുക്കേണ്ട കളർ സെലക്ട് ചെയ്യുക. ദെൻ ആ ലെയർ റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബ്ലെൻഡ് സെലക്ട് ചെയ്യുക. ശേഷം ഈ പോയിന്റിന്റെ സെൻറ്ററിൽ ആൾട്ട് ഹോൾഡ് ചെയ്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പോയിന്റ് സ്പ്ലിറ്റ് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡിലെ പോയിന്റ് ഡ്രാഗ് ചെയ്ത് ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഓക്കെ കൊടുക്കുക. മാസ്ക് ഇൻവേർട്ട് ചെയ്യുക. ലെയർ മെയിൻ സബ്ജക്റ്റിനോട് ക്ലിപ്പ് ചെയ്യുക. ബ്രഷ് സെലക്ട് ചെയ്ത് ഫോർവേഡ് കളർ വൈറ്റ് ആണ് ഉറപ്പ് വരുത്തുക. ഇനി ഹൈലൈറ്റ് കൊടുക്കുക. ഇനി ഈ ഡ്രാഗൻ്റെ കൊമ്പ് നമുക്ക് ഗ്ലോ ചെയ്യിക്കാം. പെൻ ടൂൾ ഉപയോഗിച്ച് കൊമ്പ് സെലക്ട് ചെയ്യാം. സോളിഡ് കളർ ഫില്ല് ചെയ്യുക.
ശേഷം ഗ്ലോ ചെയ്യേണ്ട കളർ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ഓപ്ഷൻ എടുക്കുക. ലീനിയർ ഡോഡ്ജ് സെലക്ട് ചെയ്യുക. ദെൻ Ctrl I ക്ലിക്ക് ചെയ്ത് മാസ്ക് ഇൻവേർട്ട് ചെയ്യുക. ബ്രഷ് ടൂൾ എടുക്കുക. ഫോർവേഡ് കളർ വൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ ഇങ്ങനെ പെയിൻറ് ചെയ്യുക. ഇതുപോലെ അടുത്ത കൊമ്പിനും നമുക്ക് ഗ്ലോ കൊടുക്കാം. ഇനി ഹൈലൈറ്റ്സ് കൊടുക്കാം. മുമ്പ് പറഞ്ഞ അതേ സ്റ്റെപ്സ് ഉപയോഗിച്ച് ഹൈലൈറ്റ്സ് കൊടുക്കാം. ഇനി ഈ ഡ്രാഗിന് കുറച്ച് ഗ്ലോ കൊടുക്കാം. കളർ സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ, ബ്ലെൻഡ് പോയിന്റ് സ്പ്ലിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി ഈ കളർ ഡ്രാഗിന് ക്ലിപ്പ് ചെയ്യുക. മാസ്ക് ഇൻവേർട്ട് ചെയ്യുക. ഇനി ബ്രഷ് ടൂൾ എടുത്ത് വേണ്ട ഭാഗം ഡ്രോ ചെയ്ത് കൊടുക്കുക. ഇനി ഹൈലൈറ്റ്സ്. ഇനി മെയിൻ സബ്ജക്റ്റിൻ്റെ കണ്ണിന് വേറെ കളർ കൊടുക്കാം. മെയിൻ സബ്ജക്റ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ മാസ്ക് സെലക്ട് ചെയ്യുക. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ഇനി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് പെയിൻറ് ചെയ്ത് എറേസ് ചെയ്യാം. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ സെലക്ട് ചെയ്യുക. ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ മാസ്ക് ഇൻവേർട്ട് ചെയ്യുക. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കി കണ്ണിന് കളർ കൊടുക്കാം. ഇനി ഈ ലെറ്റർ ഗ്ലോ ചെയ്യാം. മുമ്പ് ഗ്ലോ ചെയ്ത അതേ സ്റ്റെപ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സെലക്ട് ചെയ്യുക. കളർ ഫില്ല് ചെയ്യുക. അടുത്തത് ഗ്ലോ ചെയ്യേണ്ട സോളിഡ് കളർ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ഓപ്ഷൻ, ലീനിയർ ഡോട്ട്സ്, മാസ്ക് ഇൻവേർട്ട് ചെയ്യുക. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആണെന്ന് ഉറപ്പാക്കുക. ഗ്ലോ ചെയ്യുക. ഇനി ഈ ടെക്സ്റ്റ് നമുക്ക് ഈ പിടിയിൽ സെറ്റ് ചെയ്യാം. ടെക്സ്റ്റ് അവിടെ പ്ലേസ് ചെയ്യുക. ഇനി ഈ ടെക്സ്റ്റർ ഈ ടെക്സ്റ്റിനോട് ക്ലിപ്പ് ചെയ്യുക. ശേഷം ഈ രണ്ട് ലെയർ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ആ രണ്ട് ലെയറിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ശേഷം വീണ്ടും റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ, ബിവൽ ആൻഡ് എംബസ് സെലക്ട് ചെയ്യുക. ഹൈലൈറ്റ് മോഡ് ഗ്രീൻ കളർ സെലക്ട് ചെയ്യാം. ഷാഡോ മോഡ് ബ്ലാക്ക് കളറും സെലക്ട് ചെയ്യാം. ദെൻ അതിൻ്റെ രണ്ടിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കാം. ശേഷം ഈ ടെക്സ്ചർ അപ്ലൈ ചെയ്യാം. ടെക്സ്ചർ ലെയർ സെലക്ട് ചെയ്യുക. ബ്ലെൻഡിങ് ഓപ്ഷൻ, ബ്ലെൻഡ് സ്ക്രീൻ. ശേഷം ആ ലെയർ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ദെൻ ഫിൽറ്റർ, ബ്ലർ, മോഷൻ ബ്ലർ 90 ഡിഗ്രി ഇവിടെ കൊടുക്കാം. ഡിസ്റ്റൻസ് 46 കൊടുക്കാം. ഇനി ഓക്കെ.
ഈ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.